സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകിയ ചലച്ചിത്ര നിർമ്മാതാവ് ഷീല കുര്യനെ ഡിവൈഎസ്പി മാധു ബാബു അപമാനിച്ച സംഭവത്തിൽ എന്ത് നടപടിയെടുത്തു എന്നറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഷീല കുര്യൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചൂണ്ടിക്കാട്ടുകയാണ്. രേഷ്മ, എന്താണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം? ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ പരാതിയിലുള്ള വിവരങ്ങൾ? രാഖി, ചലച്ചിത്ര നിർമ്മാതാവ് ഷീല കുര്യനെ അപമാനിച്ച സംഭവത്തിൽ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? ഇത് സംബന്ധിച്ചുള്ള മറുപടി അറിയിക്കാനായിട്ട് എറണാകുളം റേഞ്ച് ഐജിക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 1 മാസത്തിനകം കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. ഒപ്പം തന്നെ എറണാകുളം റേഞ്ച് ഐജിക്ക് നോട്ടീസും ഇക്കാര്യത്തിൽ ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷീല കുര്യൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 2025 ഫെബ്രുവരിയിലാണ് ഉണ്ടാകുന്നത്. ഡിവൈഎസ്പി മധു ബാബുവിന് മുന്നിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് പരാതിയുമായിട്ട് ചലച്ചിത്ര നിർമ്മാതാവ് ഷീല കുര്യൻ എത്തുന്നു. ആ സമയത്ത് ഷീല കുര്യനെ ഡിവൈഎസ്പി മധു ബാബു അപമാനിച്ചു എന്നുള്ളതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. തുടർന്ന് ഷീല കുര്യൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുന്നു. പക്ഷേ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ എഫ്ഐആർ ഇടാനായിട്ട് ആവശ്യപ്പെട്ട് ഹർജി നൽകി. അതിലൊരു ഇടക്കാല ഉത്തരവ് 2025 ഡിസംബർ മാസം പുറത്തു വന്നു. അതിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: എറണാകുളം റേഞ്ച് IG മധു ബാബുവിനെതിരെ നടപടി സ്വീകരിക്കണം. പക്ഷേ 5 മാസം പിന്നിട്ടിട്ടും മധു ബാബുവിനെതിരെ റേഞ്ച് IGയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ഷീല കുര്യൻ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ നടപടി അല്ലെങ്കിൽ അത്തരമൊരു ഹർജി സമർപ്പിച്ചത്. എന്തായാലും ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇതുവരെ എന്തൊക്കെ നടപടിയാണ് ഈ ഒരു ഷീല കുര്യന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക തട്ടിപ്പ് പരാതിയുമായി ബന്ധപ്പെട്ട് അവരെ അപമാനിച്ചു എന്ന സംഭവത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, മധുബാബുവിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു മറുപടി റേഞ്ച് IG നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 30-ാം തീയതി, ഈ മാസം 30-ന് ഈ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഈ മറുപടി റേഞ്ച് IG വിശദമാക്കിക്കൊണ്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യണം. രാഖി. ശരി രേഷ്മ, ഷീല കുര്യൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർണായകമായ നടപടി വരുന്നത്. രേഷ്മ ബാബുവാണ് കുശിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.